അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് എപ്പിസോഡ് 2. നമ്മളിപ്പോൾ ഇത് ഇടാൻ പോവാണ്. ഇതിൻ്റെ മുന്നത്തെ വീഡിയോക്ക് ഞാനിപ്പോൾ ഇത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് 4 വ്യൂസ് ഉള്ളൂ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ കുറേ ലോങ്ങായി നമ്മൾ വീഡിയോ ഇട്ടിട്ട്. കാരണം വേറെ ഒന്നുമല്ല, മടി തന്നെ. നിങ്ങൾ സപ്പോർട്ട് തന്നില്ല, നമുക്ക് സപ്പോർട്ടില്ല ഇങ്ങനെ വീഡിയോ ഇടാൻ. ഒരാൾ വീഡിയോ ഉണ്ട്, സപ്പോർട്ടെങ്കിലും ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ബാക്കി ചെയ്യാൻ പോവാണ്. അപ്പോൾ ആ 3 പിള്ളേരും നമ്മുടെ നായകനെ ബുള്ളി ചെയ്യാൻ കേട്ടോ. ബുള്ളി ചെയ്യുന്ന സമയത്ത് നമ്മൾ നായകൻ തിങ്ക് ചെയ്യുന്നുണ്ട്. നായകനെ അറിയാം ഈ 3 പേരും ഫ്യൂച്ചറിൽ എന്താവുന്നത്. ഇവരെ കോമ്പാറ്റൊക്കെ പെർഫെക്റ്റ് പവർഫുൾ സാധനക്കാരം. അപ്പോൾ ഇവർ നായകനെ കത്തിക്കളിച്ച്, എടാ കൊച്ചേർക്ക, എൻ്റെ ബോഡി ഞങ്ങൾ സ്റ്റീലാണ് അറിയണിട്ടല്ലോ, റൂമേഴ്സ് മാത്രമാണ് ഞങ്ങൾ ഇന്ന് തെളിയിക്കും പറഞ്ഞിട്ട് പോലും നിൽക്കുക. കാരണം നമ്മൾ നടം മറ്റേ സ്റ്റീൽ വാട്ടറിൽ അടിയാണ്ട് ഓൻ്റെ ബോഡി സ്റ്റീലാക്കിയില്ലേ. അപ്പോൾ ഈറ്റങ്ങൾ മറ്റേ 10 മിനിറ്റ് പൂട്ടിച്ചു. അപ്പോൾ തന്നെ ഈറ്റങ്ങളൊക്കെ അന്തം മുട്ടിക്കുക, എങ്ങനെ ഇവന് ഇങ്ങനെ ബോഡി ഇതാക്കി. അപ്പോൾ നമ്മൾ നായകൻ, ഏയ് നായികളെ, നിങ്ങളിത് തേങ്ങ ചെയ്യണ് അല്ലാണ്ട് ആ ചെറുക്കൻ്റെ വിരൽ കടിച്ച് മുറിച്ചെടുത്ത്. ഇത് കണ്ട മറ്റു 2 സഹോദരന്മാർക്ക് എന്തോ പോലെയായി. കാരണം അവരെ മുന്നിൽ വെച്ചിട്ട് അവനെ കടിച്ച് കീറിയെടുത്ത് അവൻ്റെ വിരൽ. എന്നിട്ട് അവൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഒരു വട്ടം ചാൻസ് തരാം, ഇവിടുന്ന് വേഗം പോയിക്കോ. നമ്മൾ നായകൻ പറഞ്ഞു. അപ്പം തന്നെ മറ്റു വന്ന് അറ്റാക്കിന് കൊടുത്തു. ബട്ട് എന്താ സംഭവം നിങ്ങൾക്ക് അറിയില്ലേ? കയറിയില്ല. അതെന്നെ സ്റ്റീൽ ബോഡി ഫുൾ സ്റ്റീലാണ് നടൻ്റെ. അങ്ങനെ നടൻ അവൻ്റെ കൈ പിടിച്ച് ഒടിച്ച്. എന്നിട്ടൊരു ഡയലോഗ് ഉണ്ട്, നീ എന്നെ തോൽപ്പിക്കാനായിട്ടില്ല, അതിന് നീ ആവുകയില്ല എന്ന് പറഞ്ഞാൽ മോന്തൊക്കെ ഒറ്റടി. അത്ര പവർഫുള്ളായിരുന്നു അടിപോയത്. അവൻ്റെ മോന്തൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ഇത് കണ്ട 2 ബ്രദേഴ്സിന് ഭയം കൊണ്ട് അവിടെ മുട്ടുത്തിക്കാണ്. അപ്പോൾ നടൻ അവൻ്റെ കയ്യിൽ നിന്ന് ചാടിയ കൈ കത്തിയെടുത്തുകൊണ്ട് പറഞ്ഞു, ഇനി എൻ്റെ ടേണാണ് എന്ന് പറഞ്ഞിട്ട് നടൻ അവരെ മുന്നിൽ കത്തിയിട്ടു. പറഞ്ഞു, ഈ റൂമിൽ നിന്ന് നിങ്ങളിൽ ഒരാൾ പോയാൽ മതി പറഞ്ഞിട്ട് നടൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പോൾ തന്നെ അവർ 3 പരസ്പരം നോക്കി നിൽക്കുന്ന ഒരു സീനാണ് നമ്മൾക്ക് അടുത്തിരുന്നത്. കാരണം അവൾക്ക് അറിയാം നടൻ്റെ ശരിക്കുള്ളൊരു ഭാവത്തിൽ എല്ലാവരും ഇപ്പോഴാണ് കാണുന്നത്. ഇതാണ് ബാസ്കറിലെ നോട്ടോറിയസ് ആയ മൂമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നടൻ പുറത്തിറങ്ങി. അപ്പോൾ സീൻ ഷിഫ്റ്റ് ആവുകയാണ്. ഒരു ഡോക്ടർ ഇങ്ങനെ സ്റ്റോൺസിനെ പറ്റി ഇങ്ങനെ പറയാണ്, ഈ സ്റ്റോൺസ് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട സ്റ്റോൺസാണ്, അത് ആ മലേൻ്റെ ഭാഗത്തിനുള്ള സാർ എന്ന് പറയാണ്ട് അയാളും നമ്മുടെ തുടക്കത്തിൽ കണ്ട അയാളുടെ നടൻ്റെ വലങ്കൈ, അച്ഛൻ്റെ വലങ്കൈ റൈറ്റ് ഹാൻഡ്, അയാളുടെ ഇങ്ങനെ പറയുമ്പോൾ അയാൾ പറയാം, എന്നാണ് നമ്മൾ ആ മലയിലെ എക്സാം നടക്കാൻ പോകുന്നത് ചോദിച്ചാണ്. കാരണം ഭാസ്കർ വില്ലയിൽ വേറൊരു ടെസ്റ്റും കൂടി ഉണ്ട്. ഇങ്ങനെ കുട്ടികളെ ഇപ്പോൾ ഒരു ബ്രൂട്ടലായിട്ടൊരു ടെസ്റ്റാണ്. ആ മലയിൽ ഒരു ഏരിയ കൊടുക്കും, എന്നിട്ട് ആ ഏരിയ മൗണ്ടൈനിൽ ആ ഏരിയയിൽ അവർ സർവൈവ് ചെയ്യണം ഇവർ പറയുന്ന ദിവസം വരെ. പക്ഷേ ആ മൗണ്ടൈൻ്റെ മറ്റൊരു റേഞ്ചിൽ ഒരു ഇതുണ്ട്, ഗോത്രവർഗം. ഞാൻ ഗോത്രവർഗം പറയുന്നത് ബുദ്ധിമുട്ടെന്ന് തോന്നിയത്. ഗോത്രവർഗമുണ്ട്. ആ ഗോത്രവർഗത്തിൽ നിന്ന് ഇവർ രക്ഷപ്പെടണം എന്ന് പറഞ്ഞു. അപ്പം തന്നെ ഇയാളോട് മറ്റേ കിളവൻ പറഞ്ഞു, ഈ 3 പിള്ളേരെയും നമ്മളെ ഭാസ്കർ വില്ല ഫാമിലിയിലെ അടുത്ത ഹെയർ ഇതാക്കി പണിഷ് ചെയ്തിരിക്കണം അങ്ങനെ പറഞ്ഞു. അപ്പോൾ നമ്മളെ ചെറുക്കനെ വിളിച്ചാണ് ആ മീനാണ്. അങ്ങനെ അയാൾ നമ്മളെ നായകനോട് പറഞ്ഞു, നീ എന്താണ് അവർ ചെയ്തായിരുന്നു? അപ്പോൾ നടൻ പറഞ്ഞു, ഞാൻ അവളെ ബുള്ളി ചെയ്താണ്. എന്തിനാ ചോദിച്ചു അയാൾ പറഞ്ഞു, അവർക്ക് നമ്മുടെ ഫാമിലിയുടെ റൂൾസ് അറിയില്ല എന്ന് തോന്നുന്നു പറഞ്ഞിട്ട് നമ്മുടെ നടന് പറയാണ്. കാരണം നമ്മുടെ നടന് ഫാമിലിൻ്റെ എല്ലാ റൂൾസും അറിയാം. നടന് അത്രത്തോളം ഇതുണ്ട്. കാരണം ഈ മുന്നിൽ നിൽക്കുന്ന ആളെ ആയുസിൻ്റെക്കാൾ കൂടുതൽ നടൻ ജീവിച്ചാണ് ഇവിടെ അയാൾ മുന്നിൽ നിൽക്കുന്നത്. അങ്ങനെ നടൻ അതിന് പറ്റിയൊരു മറുപടി ഇങ്ങനെ കൊടുത്താണ്ട് അയാളെ സൈഡാക്കി. എന്നിട്ട് അയാൾ പറയണേ, അവരെന്താ ചെയ്തതെന്ന് അയാൾ ചോദിച്ചു. അപ്പോൾ നടൻ പറഞ്ഞു, അവരെന്നെ ബുള്ളി ചെയ്തപ്പോൾ ഞാൻ അവരെ ടോർച്ചറാക്കി പറഞ്ഞപ്പോൾ, അപ്പോൾ നീ കൊള്ളാലോടെ ചെറുക്കാന്ന് പറഞ്ഞാണ്ട് നിനക്ക് എന്താ വേണ്ടത് ചോദിച്ചു. അതിന് പകരമായിട്ട് നമ്മളെ നടൻ പറഞ്ഞു, എനിക്ക് ചോക്ലേറ്റ് മതിയായിരുന്നു. എന്നാൽ അയാൾ പറഞ്ഞു അയാളുടെ അസിസ്റ്റൻറ്റിനോട് ഇവർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ എടുത്ത് കൊടുക്കുമായിരുന്നു. അങ്ങനെ അവർ പോണ ടൈമിലാണ് ഇയാൾ അവൻ നടൻ്റെ വീക്കെന്ന് വിളിച്ച് പറഞ്ഞത്, അടുത്ത പ്രാവശ്യം കാണുമ്പോൾ നീ ഇതിലേറെ സ്ട്രോങ് ആവില്ലേ എന്ന്. കാരണം നടൻ്റെ പവർ അയാൾ സെൻസ് ചെയ്ത് അവിടെ വെച്ച്. അങ്ങനെ നടന് അവിടെ ഉള്ള ഫുഡിൻ്റെ സ്റ്റോറേജ് ചെന്നാണ്ട് നടന് പറ്റിയ ഇതെടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നടൻ കുറച്ച് സ്റ്റോൺസ് കണ്ടു. അത് വേറെ എന്തോ അല്ല സ്റ്റോൺസ്, അത് പോയിസണാണ്, നല്ല പവർഫുൾ പോയിസൺസാണ്. എന്നിട്ട് നടനിൽ ഒന്ന് ടച്ച് ചെയ്താണ്ട് തൊള്ളിക്കിട്ടുണ്ട്. അതുകൊണ്ട് വൈകിട്ടുള്ള അന്തം പൊട്ടി, എന്താ സംഭവം എന്ന് അറിയില്ല. പോയിസണുള്ള സാധനം തൊള്ളിക്കിട്ടത്. കാരണം നടൻ്റെ ബോഡി സ്റ്റീലാണ്, പോയിസൺ അധികം ഏൽക്കൂല, അതാണ് സംഭവം. അങ്ങനെ നമ്മൾ നടനി അവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ ഓരിങ്ങനെ പറയണേ, സാർ നമുക്കിന്ന് പുറത്ത് പോകല്ലേ. പക്ഷെ നമ്മൾ നടൻ നൈസായിട്ട് എൻ്റെ ഉള്ളിൽ നിന്ന് സാധനമൊക്കെ എടുത്ത് മാറ്റിക്കുന്നത്. പിന്നെ നമുക്ക് മൗണ്ടൈൻസാണ് അവിടെ തന്നെ, ആ എല്ലാ റേഞ്ചിൻ്റെ അടിയിൽ പെടുന്ന മൗണ്ടൈൻസ്. ഇവിടെ ഒരു ഏരിയ കൊടുക്കും ഓർക്ക് സർവൈവ് ചെയ്യാം. നമ്മളെ നടനെ ഇനി കൃത്യമായിട്ട് അറിയാം അവിടെ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്, അവിടെ എന്തൊക്കെയാണ് ഇല്ലത് ഒക്കെ.
അവിടെ നടക്കാൻ പോണ ടെസ്റ്റിൻ്റെ പേരാണ് ഭാസ്കർ വില്ല ഫാമിലി. ഭാസ്കർ വില്ല ഫാമിലിൻ്റെ ശരിക്കുള്ള പേരാണ് ബെർസെർക്ക് മോഡ് വില്ല ഫാമിലി. അങ്ങനെ ഈ വില്ലേജിലാണെങ്കിലോ വില്ലേജ് അല്ല, ആ മൗണ്ടെയിനിൽ കുട്ടികളെ തുറന്നിട്ടാണ്ട് അവരവിടെ സർവൈവ് ചെയ്യണം. അവിടെ എത്ര പേര് മരണപ്പെട്ടു, എത്ര പേര് ഇതാക്കിയൊന്നും നിൽക്കില്ല. അങ്ങനെ ആ ടെസ്റ്റിൻ്റെ ദിവസം കാട്ടി തന്നെയാണ്. അവിടെ ആണെങ്കിൽ എല്ലാവരും ഉണ്ട്, കാരണം സ്റ്റുഡൻസൊക്കെ ഉണ്ട്. അതേമാതിരി അവിടെ മെയിൻ ആളുണ്ട്. ഈ മെയിൻ ആൾ കുട്ടികളോട് പറയാണ്, നിങ്ങൾ എപ്പോഴും നല്ല പെർഫെക്റ്റായി നിൽക്കണം പറഞ്ഞാണ്ട് അയാളിങ്ങനെ കുട്ടികൾക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. ആ ടൈമിൽ അയാളിങ്ങനെ പറയുന്നുണ്ട്, ഇവിടെ നിങ്ങൾ സർവൈവ് ചെയ്യുന്ന നിങ്ങൾക്ക് 10 പോയിൻറ്റ്, നിങ്ങളിവിടെ ഒരു ബീസ്റ്റ് ലോ ലെവൽ ബീസ്റ്റിനൊക്കെ വന്നാൽ നിങ്ങൾക്ക് 20 പോയിൻറ്റ്, മിഡ് ലെവൽ ബീസ്റ്റിനൊക്കെ വന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ 30 പോയിൻറ്റ്, ഒരു ഹൈ ലെവൽ ബീസ്റ്റിനൊക്കെ വന്നാൽ നിങ്ങൾക്ക് 40 പോയിൻറ്റ്സ് പറഞ്ഞിട്ട് അയാളിങ്ങനെ പറയണേ. എല്ലാത്തിനും അയാളിങ്ങനെ വ്യക്തമാക്കി അവർക്ക് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് അവരോട് അറിയണ്ട്, നിങ്ങൾ ഡിക്റ്റേറ്റ് ചെയ്യാൻ നമ്മളിവിടുത്തെ ഷാഡോ ഗ്യാങ്ങും നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടാവുമെന്ന് നടൻ അവരോട് പറയണില്ല. നടനെ പക്ഷേ അറിയാം, കാരണം നടൻ ഇതിൻ്റെ ഒക്കെ മേലെ എന്നാണ്ട് താഴത്തേക്ക് ഇറങ്ങുന്ന ഒരാളല്ലേ. എന്നിട്ട് ഒരു ബെല്ല് മുഴക്കാണ് അയാൾ. അപ്പോൾ ഇത് ഇവൻറ്റ് സ്റ്റാർട്ടായി പറഞ്ഞാണ്ട് ബെല്ല് മുഴക്കി. അപ്പോൾ തന്നെ കുട്ടികളൊക്കെ 4 പാട്ടോട്ടും സർവൈവ് ചെയ്യാൻ ഇതാക്കുക. ഈ ഇവൻറ്റിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഓല് കൊടുത്ത ഏരിയയിൽ വെച്ച് ഓല് സേഫായി നിൽക്കണം, മരണപ്പെടാതെ. അപ്പോൾ 3 കുട്ടികൾ നമ്മളെ ട്രിപ്പിൾസ് ഇല്ലേ, ഓല് കമ്പനിയായിട്ട് പോയി, അങ്ങനെ ബാക്കിയുള്ളവരൊക്കെ പോയി. അപ്പോൾ ഇവരൊക്കെ ഫോളോ ചെയ്താണ്ട് ഓരോ ഷാഡോസിന് ഇയാൾ പറഞ്ഞയച്ചിരിക്കണേ. എന്നിട്ട് ഇയാൾ പറയുന്നുണ്ട്, ഇനി വിക്കി ഭാസ്കർ ഫാമിലിയിൽ യൂസ്ലെസ്സിൻ്റെ ആവശ്യങ്ങളില്ല ഇയാൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളെ നടനെ ഫോളോ ചെയ്തു പോയ ആളെണിഞ്ഞ് കാട്ടി തന്നെ. അപ്പോൾ നമ്മളെ നടന് ഇങ്ങനെ ഒന്നും അറിയാത്ത മാതിരി കാട്ടിൽ ഇങ്ങനെ ചുള്ളിക്കമ്പും പിടിച്ച് ഇങ്ങനെ ആട്ടിങ്ങനെ പോവുകയാണ്. കാരണം നടന് ഒക്കെ അറിയാം ഇനി ഇവിടെ നടക്കാൻ പോണേ. ഇയാൾ നടൻ്റെ ഊഞ്ഞാലൊക്കെ ഇങ്ങനെ കുറേ നേരം നിൽക്കും. അപ്പോൾ ബാക്കിയുള്ള കുട്ടികൾക്ക് അടി കൂടിയാണ്ട് സർവൈവിൽ ആരാണ് നോക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് നമ്മളെ നടൻ ചുള്ളിക്കമ്പും കാര്യങ്ങളൊക്കെ കൂടി സർവൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നടനാണെങ്കിൽ ഇരിക്കുന്ന സ്ഥലത്ത് നിറച്ച് ട്രാപ്പ് സെറ്റ് ചെയ്യുന്നുണ്ട്, അത് മാത്രമേ ഇയാൾ കണ്ട്. അങ്ങനെ ദിവസങ്ങൾ കടന്നുകൊണ്ട് നടനവിടെ സർവൈവ് ചെയ്താണ്ട്. അങ്ങനെ നടൻ്റെ പിന്നാലെ വന്ന ഷാഡോക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. നടൻ ഇവിടുന്ന് അങ്ങോട്ടും പോകാൻ പോകുന്നില്ല. നടൻ ഇവിടെ തന്നെ ഈ ഫുൾ ഡേയ്സും കഴിച്ചുവിട്ടാണ്ട് സർവൈവ് ചെയ്യാനാണ് കരുതിയിരിക്കുന്നത്. അപ്പോൾ ഫ്യൂച്ചറിൽ നടൻ്റെ കൂട്ടുകാരന് പറഞ്ഞ വാക്കാണ് നടൻ ആലോചിച്ചത്. എന്നിട്ട് നേരെ പ്രസൻറ്റിക്ക് തന്നെ വരുന്നുണ്ട്. എന്താ പറഞ്ഞാൽ നമ്മളോട് പറയാനുള്ള അങ്ങനെ പ്രസൻറ്റിക്ക് തന്നെ വരുന്നുണ്ട്. പിന്നെ നടൻ്റെ ഈ ടോർ ഉണ്ടാക്കി ട്രാപ്സും കാര്യങ്ങളൊക്കെ കടത്തിയിട്ടുണ്ട്. എന്നിട്ട് നടൻ അവിടെ നിന്ന് പോവുകയാണ്, കാരണം ഷാഡോ മാറിപ്പോയി. നടൻ എവിടേക്കും പോകില്ല പറഞ്ഞിട്ട് ഷാഡോൻ്റെ പണി നിർത്തിപ്പോയി. അപ്പം എന്നിട്ട് നമ്മൾ നടനെ ഒരു സ്ഥലത്തേക്ക് പോവാണ്. അവിടെ വെച്ച് നടനൊരു ഹൈ ലെവൽ ബീസ്റ്റിനൊക്കെ കാണുന്നത്. അപ്പോൾ തന്നെ നടന് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ബസിർക്കും അങ്ങനത്തെ ഒരു ബ്ലഡ് ഹൗണ്ടാണ് സാധനം. ഈ ബ്ലഡ് ഹൗണ്ടിന് പ്രത്യേകത പറഞ്ഞാൽ ഈറ്റങ്ങളൊക്കെ ഒരു ഡെഞ്ചർ ഉണ്ടാവണ മാത്രമേ വരിക. അതും മിഡ് ലെവൽ ഡെഞ്ചിൻ്റെ അടുത്താണ് ഇങ്ങനെ ഒരു ബസിർക്കൊക്കെ വരിക. അങ്ങനെ നടന് ഇങ്ങനെ ഇതിനെ നോക്കിയിരിക്കുന്ന സമയത്താണ് ഈ ബീസ്റ്റ് വന്നിട്ട് നടനെ അറ്റാക്ക് ചെയ്യുന്നത്. ഈ ബ്ലഡ് ഹൗണ്ടിനെ നടന് പെട്ടെന്ന് നിസാരമായിട്ട് ഡോഡ്ജ് ചെയ്താണ്ട് കളയാണ് അതിൻ്റെ ഫസ്റ്റ് അറ്റാക്ക്. അപ്പോൾ ഈ ബ്ലഡ് ഹൗണ്ടാണെങ്കിൽ നടൻ്റെ മറ്റേ ഭാഗത്ത് നടനൊരു രോഷത്തിൽ നിൽക്കുകയാണ് ബ്ലഡ് ഹൗണ്ട്. അപ്പോൾ നടന് വാട്ടർ എടുത്തു. പറയണേ, ബ്ലഡ് ഹൗണ്ടിന് 2 കാര്യങ്ങളാണ് വീക്ക്നെസ്. ഒന്ന് വാട്ടർ, അതായത് വാട്ടർ ജസ്റ്റ് ഒന്ന് അതിൻ്റെ മേത്ത് കൊണ്ട് തെറിപ്പിച്ചു. ആ ഒരു അറ്റാക്ക് മാസീവായിട്ട് അതിന് കൊള്ളുന്നുണ്ട്. കാരണം നമ്മളെ നടനെ ഈ ബ്ലഡ് ഹൗണ്ടിനെ പറ്റി എല്ലാതും അറിയാം. അപ്പോൾ തന്നെ ബ്ലഡ് ഹൗണ്ടിൻ്റെ 2ാമത്തെ അറ്റാക്ക് അത് നടൻ മാസീവായി ഡോഡ്ജ് ചെയ്താണ്ട് മാസമായിട്ടുണ്ട്. പിന്നെയാണ് നമുക്ക് കാട്ടി തന്നെ ആ വാട്ടറിൽ നമ്മളെ നടൻ ഇതും പോയിസൺ കൂടിയും കളർത്തിയിരുന്നു. ബ്ലഡ് ഹൗണ്ടിന് 2ാമത്തെ ഒരു വീക്ക്നെസ് കൊണ്ട് പോയിസൺ. അത് എന്നിട്ട് നടൻ നമ്മളെ വന്നാണ്ട് ബീസ്റ്റിൻ്റെ അടുത്ത് നിന്നാണ്ട് ബീസ്റ്റിൻ്റെ എസെൻസ് കോർ എടുക്കുകയാണ്. എസെൻസ് കോർ നാനോ മെഷീനിലാണല്ലേ എസെൻസ് കോർ അറിയാം. ഇതിൽ കാരണം ബീസിൻ്റെ ഓൾ പവർ മൈറ്റ് അറിയാം, അങ്ങനത്തെ എന്തൊരു പവർ നമ്മുടെ നടനെ അബ്സോർബ് ചെയ്യാണ്. ഇത് അബ്സോർബ് ചെയ്തിട്ട് നടന്നിട്ട് ഇതിൻ്റെ ഫുൾ പവർ, കാരണം ഹൈ ലെവൽ ബീസ്റ്റാണ്, ഇതിൻ്റെ ഫുൾ പവർ നടന് എടുക്കുകയാണ് അബ്സോർബ് ചെയ്താണ്ട്. ഇപ്പോൾ എന്തോ വ്യത്യാസം ഉണ്ടായിരുന്നു. നടൻ സോഡൊക്കെ എടുത്താണ്ട് ഒന്ന് ഇതാക്കി ട്രെയിൻ ചെയ്ത് നടൻ പറഞ്ഞു, ഇതിപ്പോൾ ലേറ്റായിട്ട് തോന്നുന്നുണ്ട് സോഡ് എന്ന് നമ്മളെ നടൻ പറഞ്ഞു. ഇതിൽ നടൻ പറയുന്നുണ്ട്, ഭാസ്കർ വില്ല ഫാമിലിയിലെ ഒരേ കൾട്ടിവേഷൻ ടെക്നിക്ക് അല്ല, ആ 7 തലമുറകളിൽ നിന്നുണ്ടാക്കിയ ടെക്നിക്ക് അതെനിക്ക് തന്നെ വേണം പറയേണ്ടത് നടൻ. അപ്പോൾ തന്നെ നടൻ്റെ ചോരം പണി വന്നു. കാരണം 10-15 ബീസ്റ്റ് ആവും ബ്ലഡ് ഹൗണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ, നായകനാരാന്നറിയില്ലല്ലോ എനിക്ക്. അങ്ങനെ നടൻ വന്നീറ്റങ്ങളൊക്കെ തീർക്കുന്ന സമയത്താണ് ഇതിറ്റങ്ങൾക്ക് പേടിച്ച് 2 വഴിക്ക് പോലെ രാജാവിനും വേണ്ടി മാറിക്കിട്ടുന്നത്. വേറൊന്നുമല്ല,
അപ്പോൾ നടൻ അങ്ങോട്ട് നോക്കിയപ്പോഴാണ് അവിടെ എൽഹൗണ്ടിനെ കണ്ടത്. അതും ഒന്നല്ല രണ്ടല്ല മൂന്നല്ല 3 തലയിലെ 3 ഉണ്ടാവും 8 3 തലയിലെ എൽഹൗണ്ട്. അതിനാണെങ്കിൽ നല്ല വീക്ക് ആയിക്കണം. വേറെ ഒന്നല്ല മൂഡേൻ്റെ വേറെ റേഞ്ചിൽ നിൽക്കണ ആ ഗോത്രവർഗ്ഗക്കാർ കാട്ടിയാണ്. അവർ ആ ഗോത്രവർഗ്ഗക്കാരെ നമ്മൾ അറിയാത്തതുകൊണ്ടാണ് അത്ര ബ്രൂട്ടൽ അറ്റാക്ക് ചെയ്യുന്ന ദ്രോഹികളാണ് അവർ ആ റേഞ്ചിൽ നിൽക്കണവർ. എന്നിട്ട് നമ്മളെ നടന് അറ്റാക്ക് കണ്ടപ്പോൾ തന്നെ നടന് ഏകദേശം മനസ്സിലായി ഇതിനെ ഞാൻ അത്രയ്ക്ക് എതിയിട്ടൊന്നും അറ്റാക്ക് ചെയ്യേണ്ട. കാരണം ഇതൊരു ഹെവൻ ബീസ്റ്റാണ്. കാരണം ഇതിനെവിടെയും കിട്ടൂല. അപ്പോൾ നടന് ഇത് കണ്ടപ്പോൾ തന്നെ നടന് ഏകദേശം മനസ്സിലായി ഇതിൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കിയ നടന് നല്ല രീതിയിൽ ലെവലപ്പാവുക. അപ്പോൾ നടന് ഇങ്ങനെ അതിൻ്റെ ഫസ്റ്റ് അറ്റാക്കിൽ തന്നെ നടൻ വീണ് നടക്കുന്ന സമയത്ത് വീണ്ടും അതിൻ്റെ 3 തല കൊണ്ട് നടനെ അറ്റാക്ക് ചെയ്യാൻ വരികയാണ്. നടൻ മനസ്സിൽ ഇതാണ് ഇതിനെങ്ങനെ വിട്ടാൽ ഇനി ശരിയാവില്ല, ഇത് അത്രത്തോളം പവർഫുള്ളാണ്. നടൻ അവിടെ നിന്ന് ഡോഡ്ജ് ചെയ്ത് അതിൻ്റെ സെക്കൻഡ് അറ്റാക്ക്. ഈ ടൈമിലാണ് നടൻ തിങ്ക് ചെയ്യുന്നത് ഞാൻ എൻ്റെ ഫ്യൂച്ചറിൻ്റെ ആ പൊട്ടൻഷ്യൽ പവർ എനിക്കുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു സ്ലാഷിനും കൂടി ഉണ്ടാവില്ല എന്ന് നടൻ പറയുന്നുണ്ട്. എന്നിട്ട് നടനാണെങ്കിലും അതിൻ്റെ അടുത്ത് പെട്ടെന്ന് ഓടി എസ്കേപ്പ് ആവുകയാണ്. കാരണം നടന് ഇനി ഓടല വേറെ വയ്യില്ല. കാരണം നടനെ സർപ്പാസ് ചെയ്യാൻ നോക്കി, നടക്കണില്ല. അവിടെ നടൻ ആ റെസ്റ്റ് സ്റ്റേഡിയിൽ നടനെ ക്യാമ്പ് ചെയ്ത് ആ സ്ഥലത്തേക്ക് മണ്ടാണ്. എന്നിട്ട് നടൻ മണ്ടിയാണ്ട് നടൻ ട്രാപ്പില്ല ഏരിയ കൂടെ ഒക്കെ കടന്നു പോവാണ്. കാരണം അവിടെ ഓരോ ട്രാപ്പ് കൂടി ആ 3 ഹെഡഡ് ബീസ്റ്റിനെ നടൻ കയറ്റിയാണ്ട് അതിന് പല രീതിയിൽ അറ്റാക്ക് നടൻ സർപ്പാസ് ഒക്കെയാണ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ നടന് ആ ബീസ്റ്റിനെ ഏകദേശം കാര്യം കഴിച്ചു. അങ്ങനെ നമ്മൾ നടന് അതിനെ അറ്റാക്ക് ചെയ്താണ്ട് ഏകദേശം അതിൻ്റെ പണി ചനാക്കി. അങ്ങനെ നടന് നമ്മൾ കാണുന്ന ടൈമിലാണ് അതിൻ്റെ തൊള്ളിൽ നിന്നൊക്കെ വെനംസ് വരുന്നുണ്ട്. എന്നിട്ട് നടനൊരു കുന്തൽ സ്പിയർ എടുത്താണ്ട് അതിൽ പോയിസൺ ആക്കിയ സ്പിയറാണ് എടുത്താണ്ട് ആ ബ്ലഡ് കൊണ്ടിനെ അറ്റാക്ക് ചെയ്ത് ഒരു നടൻ കൗണ്ടർ ചെയ്യാം 3, 2, 1 ഡിം ഇതിൻ്റെ കാര്യം തീരുമാനമായി. അങ്ങനെ നടന് അതിനെ പറ്റി ഇങ്ങനെ ആലോചിച്ച സമയത്ത് നടൻ ആ വെനം സ്നേക്കിനെ പറ്റി ആലോചിച്ചു. അതിൻ്റെ പോയിസണ് ഇതിനെ എത്ര സർപ്പാസ് ചെയ്തുകൊണ്ടാണ് ഞാനിപ്പോൾ രക്ഷപ്പെട്ട് നടൻ പറഞ്ഞിട്ട് നടൻ ആ ബീസിൻ്റെ XSP അങ്ങനെ എന്തൊരു സാധനം അബ്സോർബ് ചെയ്യാണ്. അപ്പോൾ നടൻ അത്രത്തോളം പവർഫുൾ ആയിരിക്കണം ഇപ്പോൾ. കാരണം ആ എൽഹൗണ്ട്സിനെയും പിന്നെ ഈ ഹെവൻ ബീസ്റ്റിനെയും നടനെ ഡിഫീറ്റ് ചെയ്തു. എന്നിട്ട് നടൻ പറയാണ് ഈ പവർഫുൾ ബീസ്റ്റ് ഇവിടെ ഉണ്ടെങ്കിൽ ഇതൊരു ഡഞ്ചന് കാവൽക്കാരനായി നിൽക്കിയ കാര്യം. അപ്പോൾ ഡഞ്ചനിലെ റിവാർഡ്സ് എനിക്കെടുക്കണം എന്ന് നടൻ മാസമായി പറയാണ്. നടൻ ആ ബ്ലഡ് ഹൗണ്ടിൻ്റെ ബോഡിയിലത്തെ സ്ക്രീപ്പി ആയ സാധനങ്ങളൊക്കെ അവൻ്റെ ദേഹത്ത് വലിച്ചെടുത്ത് തേക്കണം. കാരണം ബീസ്റ്റ് ആൾക്കൊന്നെ ഡിറ്റക്റ്റ് ചെയ്യാതിരിക്കാം. നടന് ലാസ്റ്റ് അവിടെ കുറേ തപ്പി കഴിഞ്ഞിട്ട് നടൻ ആ ഡഞ്ചൻ ഫൈൻഡ് ചെയ്തു. നടൻ ആ ഡഞ്ചൻ്റെ അടുത്തേക്ക് പോയി. ഇനി നമുക്ക് ഈ ഡഞ്ചനിൽ വെച്ച് നടൻ എന്തൊക്കെ കിട്ടുന്നു കാണാം. മച്ചാമാരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ വേഗം ഇടാം. ഇപ്പം മാസമായിരുന്നില്ലേ.